കൂട്ടുകാർക്ക് ശുഭരാത്രി നടന്നുകൊണ്ട് നമുക്ക് അബിയുടെയും ജാനകിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ അവസാനം കണ്ടു. അപർണ തൻ്റെ അവസാനത്തെ വജ്രായുധം എടുക്കണം. കാരണം ഇനിയിപ്പം നിരഞ്ജന ഈ കേസ് ബാധിക്കുകയാണെങ്കിൽ ഉണ്ണിത്താൻ വക്കീൽ നിരഞ്ജനോടൊപ്പം നിൽക്കുകയാണ്. കാരണം അവർ രണ്ടുപേരും ഒറ്റക്കെട്ടായി തൻ്റെ അച്ഛനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിരഞ്ജനയ്ക്കെതിരെ നീങ്ങേണ്ട അജയാണ്. പിന്നീട് അജയോട് പറഞ്ഞു, നീയാണ് ഈ കേസ് ഏറ്റെടുക്കുന്നത്, നീയാണ് എൻ്റെ വക്കീലെന്ന് പറയാം. അജയ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, അല്ല എന്താ അപർണ ഈ പറയണേന്ന് ചോദിക്കുകയാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയണം. അതെ, എൻ്റെ കേസ് ഏറ്റെടുക്കുന്നത്, എൻ്റെ അച്ഛൻ്റെ കേസ് ഏറ്റെടുക്കുന്ന നീയാന്ന് പറയണം. ഞാനെങ്ങനെ? ഇതേ ഒരു കാര്യം ഞാൻ പറയാം, ഈ വാദിയും പ്രതിയല്ല ഒരു വീട്ടിൽ തന്നെയാ. എനിക്കിത് പറ്റില്ല എന്ന് പറയണം. ഈ കേസ് ഏറ്റെടുക്കാൻ പ്രത്യേകിച്ച് എൻ്റെ ഭാര്യയാണ് നിരഞ്ജന. അപ്പം അവൾ ഏറ്റെടുക്കുന്ന ഒരു കേസിനെതിരെ നീങ്ങാനായിട്ട് എന്നെ കൊണ്ട് സാധിക്കില്ല. അവളുടെ ഒപ്പം അവളുടെ അച്ഛൻ ഉണ്ണിത്താൻ വക്കീലും കാണുമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം അപർണ പറഞ്ഞു, അതൊന്നും എനിക്ക് അറിയണ്ട അജയ്, നീ ഈ കേസ് ഏറ്റെടുത്താൽ മതിയാവുള്ളൂ പറയാം. അതെങ്ങനെ സാധിക്കും നീ പറ അപർണേ, എന്നെ കൊണ്ട് സാധിക്കാൻ കാര്യമാണോ? ഒന്നുമല്ലെങ്കിൽ ഞാൻ അവളുടെ ഭർത്താവല്ലേ, ഞങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ അങ്ങനെ വാദിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ശരിയാവണേ? കേൾക്കുന്നവർ തന്നെ എന്ത് വിചാരിക്കും? നീ ഒരു കോമൺ സെൻസോട് ചിന്തിക്കാൻ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം അപർണ പറഞ്ഞു, എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയണേ, നീ ഈ കേസ് ഏറ്റെടുത്തില്ലേ ഉണ്ടല്ലോ, നിന്റെ ആ ഹണി റോസുമായിട്ടുള്ള ബന്ധമല്ലേ ബാംഗ്ലൂരിലെ, അത് ഞാൻ അവളോട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. അവളോട് മാത്രമല്ല അവളുടെ അച്ഛൻ ഉണ്ണിത്താൻ വക്കീലിനോടും. പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത് നിനക്കറിയാലോ. ഇത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് അജയനെ. അജയുടെ വിചാരം ഈ പറയുന്ന നിരഞ്ജനയ്ക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ലെന്നാ. പക്ഷെ അവൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അവളുടെ അടുത്ത് അപർണയുടെ ഒരു തന്ത്രം വലിച്ചില്ല. അതുകൊണ്ടാണ് അജയുടെ അടുത്ത് ആ തന്ത്രങ്ങൾ ഇറക്കാനായിട്ട് അപർണ ഒരുങ്ങിയത്. പിന്നീട് അപർണ പറഞ്ഞു, അതെ, ഞാൻ പറയുന്ന പോലെ നീ അനുസരിക്കുകയാണെങ്കിൽ നിനക്ക് കുഴപ്പമില്ല. നീ ഈ കേസ് ഏറ്റെടുത്തില്ലെങ്കിൽ നിന്റെ ജീവിതം തകർന്നു. നീ തന്നെ ചിന്തിക്കുക അജയ്, എന്താ വേണ്ടേന്ന്. ആദ്യം നീ എൻ്റെ ജീവിതം തകർത്ത, എന്നിട്ടാണ് നീ അവളുടെ കഴുത്തിൽ താലി അർത്തിയത്. ഹണി റോസുമായിട്ട് 3-5 വർഷമായിട്ട് നിനക്ക് ലിവിങ് ടുഗദർ ആണെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ടറിയാം. ഇനി നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ ഇത് മാത്രമേ ഒരു മാർഗമുള്ളൂ. അല്ലെങ്കിൽ നിന്റെ ഭാര്യ ഉണ്ടല്ലോ, ഡിവോഴ്സ് ആയിട്ട് അങ്ങോട്ട് പോകും. പിന്നെ നിനക്കൊരിക്കലും അവളെ കിട്ടത്തില്ല. നീ ഈ കേസ് ഏറ്റെടുക്കുകയാണെങ്കിൽ ഞാൻ ഈ കാര്യങ്ങളൊന്നും ആരോടും പറയില്ല എന്ന് പറയണം. അജയ്ക്ക് പിന്നെ രണ്ടാമതൊന്നും ചിന്തിക്കാനില്ലായിരുന്നു. അജയുടെ കയ്യിലേക്ക് ആ നോട്ടീസ് കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അജയ് ഇത് വാദിക്കാൻ തയ്യാറാണോ അല്ലേന്ന് ചോദിക്കണം. ഇങ്ങനെ തരാൻ പറയണം. അജയ് എങ്ങനെ അത് വാങ്ങി, ഞാൻ ഈ കേസ് ഏറ്റെടുത്തിരിക്കുന്നു പറയണം. അങ്ങനെ അവർ രണ്ടുപേരും കൈ കോർക്കണം. അജയ്ക്ക് വേറെ ഗത്യന്തരം ഇല്ലാത്തതുകൊണ്ടാണ് അജയ് ഏറ്റെടുക്കുന്നത്. ഈ സമയം അപർണ പറഞ്ഞു, അറിയാലോ, കേസ് ജയിക്കുക തന്നെ വേണമെന്ന് പറയണം. അജയിനെ ഒരു വലിയ കുടുക്കില കൊണ്ടുപോയി വീഴ്ത്തേക്കെന്നുള്ള കാര്യം അപർണ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നിരഞ്ജനയ്ക്ക് അറിയത്തില്ല അതിൻ്റെ സത്യാവസ്ഥയൊക്കെ. അങ്ങനെ ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ടാണ് അപർണ അങ്ങോട്ടേക്ക് പോകുന്നത്. ആ സമയം അജയ് ആലോചിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇതെങ്ങനെ നിരഞ്ജനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവളുടെ അവസ്ഥ? കാരണം അവൾ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല. പോരാത്തന്നെ അവളോടൊപ്പം ഉണ്ണിത്താൻ വക്കീലും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ തനിക്ക് ഈ കേസ് വാദിച്ച് ജയിക്കണം. വാദിച്ച് ജയിക്കാണ്ടിട്ടുണ്ടെങ്കിൽ കാര്യമില്ല. അങ്ങനെയുള്ള ചില ചിന്തകളൊക്കെ അജയുടെ മനസ്സിലും വരുവാണ്. ആ സമയം അഭിയും ജാനകിയും ചേർന്ന് ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അമ്മയെ കാണാനായിട്ട് ഓർഫനേജിലേക്ക് പോകണം, കാരുണ്യദ്വീപത്തിലേക്ക്. 2 അമ്മമാരെ, മുത്തശ്ശിയെ അമ്മയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരണം. അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ തനിക്ക് തൻ്റെ അമ്മയും കൊണ്ട് അങ്ങോട്ടേക്ക് പോകാം, രാധാമണി വാരസിനെയും കൊണ്ട്. കാരണം അവിടെ സേഫ് ആയിരിക്കും. ഇനിയിപ്പം കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് പാതാളത്തിൽ പോയി ഒളിച്ചിരുന്നാലും അയാൾ വരും അങ്ങോട്ടേക്ക്. അയാൾ വന്ന് തൻ്റെ അമ്മയെ ഇല്ലാതാക്കും. ഒരു കാരണവശാലും അത് പാടില്ല. പക്ഷെ അതിനു മുമ്പ് തൻ്റെ അമ്മയെ സേഫ് ആക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഇടം അളകാപുരിയാണ്. അപ്പം അളകാപുരിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അവിടെ മുത്തശ്ശി അമ്മയൊക്കെ വേണം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കരുനീക്കങ്ങൾ നടത്താനായിട്ട് അബിയും ജാനകിയും നേരെ കാരുണ്യദ്വീപത്തിലേക്ക് വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പ്രഭാവതി ഇറങ്ങിച്ചെന്നു. പ്രഭാവതിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അബി ചോദിച്ചു, അമ്മ എന്ത് പരിപാടിയെ കാണിച്ചേ? അമ്മ എന്തിനാ അളകാപുരിയിൽ നിന്ന് ഇറങ്ങി പോകുന്നതെന്ന് ചോദിക്കാം. അത് പിന്നെ അമ്മ കൂടുതലൊന്നും പറയണ്ട, ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. എത്രയും പെട്ടെന്ന് തന്നെ റെഡിയാവണം, നമുക്ക് തിരികെ വീട്ടിലേക്ക് പോകണമെന്ന് പറയണം. പ്രഭാവതി പറഞ്ഞു, ഇല്ല മോനെ, ഞാൻ ഇനി എന്താണല്ലോ അങ്ങോട്ടേക്ക് ഇല്ലെന്ന് പറയണം. എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല അബീന്ന് പറയാം. അമ്മ എന്ത് വർത്താനാ പറയണേ? അമ്മയില്ലാതെ ഞങ്ങൾ അവിടെ ജീവിക്കാനോ? അതൊന്നും നടക്കുന്ന കാര്യമില്ലെന്ന് പറയണം. ജാനകി പറഞ്ഞു, അമ്മയ്ക്ക് അങ്ങോട്ട് വരാതിരിക്കാൻ സാധിക്കുമെന്ന് ചോദിക്കുക. അതിന് നീ അവിടെ ഇല്ലല്ലോ, നീ നിന്റെ അമ്മയുടെ അടുത്തല്ലേന്ന് ചോദിക്കും. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ജാനകി പറഞ്ഞു, അമ്മേ, ഞാൻ അമ്മയോട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. എൻ്റെ അമ്മയെ കണ്ടെത്തിയെന്ന് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. അതിനേക്കാൾ ഉപരി വേറെ പല കാര്യങ്ങളും ഉണ്ടെന്ന് പറയണം. അത് പക്ഷേ ഇന്നുവരെ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ലെന്ന് പറയണം. അത് കേട്ടതും പ്രഭാവതി ചോദിച്ചു, അല്ല എന്താ കാര്യം എന്ന് ചോദിക്കണം. അത് പിന്നെ മറ്റൊന്നുമല്ല, എൻ്റെ അമ്മയെ ഞാൻ കണ്ടെത്തി. പക്ഷെ ഞാൻ അവിടെ മാറിപ്പോയി നിൽക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാം? ജോലിക്കാന്നും പറഞ്ഞിട്ട് എൻ്റെ അമ്മയ്ക്ക് ഓർമ്മശക്തി ഇല്ല. എൻ്റെ അമ്മയ്ക്ക് ഓർമ്മശക്തി ഇല്ലാത്തതുകൊണ്ട് എൻ്റെ അമ്മയെ നോക്കാൻ വേണ്ടിയിട്ട്, എൻ്റെ അമ്മയെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇത്രയും ദിവസം മാറി നിന്നെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പ്രഭാവതി പറഞ്ഞു, അല്ല മോളെ, അത് പിന്നെ
ഒക്കെ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജാനകി പറഞ്ഞു, എൻ്റെ അമ്മയ്ക്ക് ഓർമ്മശക്തി തിരികെ കിട്ടുമെന്ന് തന്നെയായിരുന്നു എൻ്റെ വിശ്വാസം. പക്ഷെ ഡോക്ടറും കൈയൊഴിഞ്ഞു. ഇനിയിപ്പോൾ അധിക പ്രതീക്ഷയും കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ അമ്മ അങ്ങനെ സംസാരിക്കത്തു പോലുമില്ല എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പ്രഭാത് പറഞ്ഞു, അതെ എനിക്ക് ജാനകിയുടെ അമ്മയെ കാണാനായിട്ട് ആഗ്രഹമുണ്ടെന്ന് പറയണേ. എനിക്കിതുവരായിട്ടും കാണാൻ പറ്റിയിട്ടില്ല എന്ന് പറയണം. പൊന്നു പറഞ്ഞു, അതിനെന്താ, ഇതേ അമ്മയുടെ ഈ ഫോട്ടോ ഇല്ലേ, അച്ഛമ്മയെ ആ ഫോട്ടോ അങ്ങോട്ട് കാണിച്ചു കൊടുക്കാൻ പറയാണ്. അമ്മമ്മയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കാൻ പറയാം. അത് കേട്ട് കഴിഞ്ഞാൽ ജാനകി പറഞ്ഞു, ഞാൻ അമ്മയെ ഫോട്ടോ കാണിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാവതിയെ രാധാമണിയുടെ ഫോട്ടോ എടുത്ത് കാണിക്കുകയാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ഫോണിനകത്ത് ആ ഫോട്ടോ കണ്ടപ്പോഴത്തേനും രാധാമണി ഒന്ന് ഞെട്ടി. രാധാമണി അല്ല, പ്രഭാവതി ഒന്ന് ഞെട്ടി. പ്രഭാവതി പറഞ്ഞു, അയ്യോ ഇവരെനിക്ക് അറിയാമെന്ന് പറയണം. അറിയാമെന്നോ? അതെ, ഒരു ദിവസം കാരുണ്യദീപ ഓർഫനേജിൻ്റെ അവിടെ വരെ എൻ്റെ കൂടെ വന്നു. ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ദിവസമായിരുന്നു. ഇവരോട് ഞാൻ കുറേ തവണ പോകാനൊക്കെ പറഞ്ഞു. ഇവർ പോയില്ല. മോളേന്ന് മാത്രം പറയുന്നുണ്ടായിരുന്നു പറയണം. മോളേന്ന് പറഞ്ഞോ? അതൊരു അത്ഭുതം തന്നെയായിരുന്നു ജാനകിക്ക്. അതെ, മോളെന്ന് മാത്രമേ പറയുന്നുണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇവരോട് പോകാൻ പറഞ്ഞു. അവസാനം ഗേറ്റിൻ്റെ അവിടെ നിൽക്കുന്നുണ്ട്. ആ ഗേറ്റിൻ്റെ അവിടെ നിൽക്കുന്നുണ്ട് ഞാൻ അകത്തേക്ക് കയറി പോയത്. കാരണം വെറുതെ ആരും അങ്ങോട്ട് അകത്തേക്ക് കയറ്റി വിടത്തില്ലല്ലോ. ആ സമയം നിരഞ്ജന എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നപ്പോൾ നിരഞ്ജനോട് ഞാൻ പറയുകയും ചെയ്തു, ഒരു സ്ത്രീ അവിടെ നിൽപ്പുണ്ട്, അവരെന്താ ഏതാന്നൊക്കെ നോക്കാൻ. നിരഞ്ജന പോയി നോക്കിയിട്ട് അവിടെ എങ്ങും കണ്ടില്ല എന്ന് പറയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ജാനകി പറഞ്ഞു, അതെൻ്റെ അമ്മയായിരുന്നു. അമ്മയെന്ന് കുറേ ഗുണ്ടകളുടെ കയ്യിൽ പെട്ടു. അവസാനം അവരുടെ പിടിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊണ്ട് പോവുക ചെയ്തതെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞ് പ്രഭാവതി പറഞ്ഞു, എൻ്റെ ദൈവമേ ഒരാപത്തും കൂടാതെ എത്തിയില്ലോ അല്ലേ. എനിക്കറിയില്ലായിരുന്നു ജാനകിയുടെ അമ്മയാണെന്നുള്ള കാര്യം. അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ അപ്പം തന്നെ വിളിച്ച വിവരം അറിയിച്ചേനാം. എനിക്ക് തോന്നി അവർ ഏതൊരു നല്ല വീട്ടിൽ പറഞ്ഞ സ്ത്രീയാന്ന് എനിക്ക് അവരുടെ മുഖം കണ്ടപ്പോഴേ തോന്നി. ഞാൻ ചോദിച്ചിരുന്ന ഒരു മറുപടി പറഞ്ഞില്ല. അപ്പോഴെനിക്ക് തോന്നി എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്ന്. ജാനകി പറഞ്ഞു, അത് ശരിയാ, അമ്മയ്ക്ക് തോന്നി ശരിയായിട്ടുള്ള കാര്യമാണ്. അമ്മയ്ക്ക് ഓർമ്മയില്ല, അമ്മയ്ക്ക് പഴയ കാര്യങ്ങളൊന്നും അറിയത്തില്ല എന്ന് പറയണേ. എനിക്ക് അമ്മയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരണമെങ്കിൽ അവിടെ അതെ പ്രഭാവതി അമ്മയും സുമംഗല മുത്തശ്ശിയൊക്കെ കാണണമെന്ന് പറയണം. അല്ല ഞങ്ങൾ എന്തിനാ, നിനക്ക് നിൻ്റെ അമ്മയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നുകൂടെന്ന് ചോദിക്കുക. അങ്ങനെ വീട്ടിൽ കൂട്ടിക്കൊണ്ടൊന്നും താമസിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് അപർണയൊക്കെയുള്ള വീട്ടിൽ അറിയാലോ എന്ത് വേണമെങ്കിലും സംഭവിക്കുക. എനിക്ക് അമ്മയെ തനിച്ചിട്ട് ഒരിടത്തേക്ക് പോകാൻ പോലും പറ്റില്ല. ഇപ്പം അമ്മയും മുത്തശ്ശിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു നോട്ടം എൻ്റെ അമ്മയുടെ മേലെ കാണുമല്ലോ. അതുകൊണ്ട് എനിക്ക് ധൈര്യമുണ്ട്. അല്ലെങ്കിൽ എനിക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ പറ്റില്ല. പിന്നെ എനിക്ക് ആ വീട് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇനിയിപ്പം അവിടുന്ന് പെട്ടെന്ന് ഇത്രയും ദിവസം അങ്ങനെ മാറി നിൽക്കാനും പറ്റില്ലല്ലോ. പൊന്നുവിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് മാറി നിൽക്കാനും പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ അമ്മയോട് പറയണേ, അമ്മ അങ്ങോട്ടേക്ക് വരണമെന്ന് പറയണം. പ്രഭാവതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അഭിയും പറഞ്ഞു, അമ്മ ഇവിടെ ഓർഫനേജിലല്ല കഴിയണ്ടേ. അച്ഛൻ്റെ ആത്മാവിന് പോലും ശാന്തി കിട്ടത്തില്ല. അമ്മ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അമ്മ അങ്ങോട്ടേക്ക് വരണം എന്നൊക്കെ പറയണം. എടാ അഭി, അത് ഞാൻ അപ്പോഴേക്ക് സുമംഗല അങ്ങോട്ടേക്ക് വന്നു. സുമംഗല വന്നു കഴിഞ്ഞപ്പോഴത്തേനും അഭിയും ജാനയും നിൽക്കുന്നുണ്ട്. ഈ സമയം ജാനകി പറഞ്ഞതേ മുത്തശ്ശി വീട്ടിലേക്ക് വരണമെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ സുമംഗല പറഞ്ഞു, ഞാൻ വരത്തില്ല എന്ന് പറയാം. ഞാനെന്തിനാ അങ്ങോട്ടേക്ക് വരുന്നേ? അല്ലെങ്കിൽ എനിക്ക് അങ്ങോട്ടേക്ക് വരണമെന്ന് യാതൊരു ആഗ്രഹമില്ല. ഞാൻ ഇത്രയും കാലം ഇവിടെ കഴിഞ്ഞു. ആരെങ്കിലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയോ? ഇല്ലല്ലോ. നിങ്ങളുടെയൊക്കെ അമ്മയുള്ളതുകൊണ്ടല്ലേ നിങ്ങൾ വന്നേന്ന് ചോദിക്കണം. അല്ലെങ്കിലും നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യം എന്താ? ഞാൻ അത്രമാത്രം നിന്നെ ദ്രോഹിച്ചിട്ടുണ്ട്, നിങ്ങളെയൊക്കെ രണ്ടുപേരെയും ദ്രോഹിച്ചിട്ടുണ്ടെന്ന് പറയണം. അത് കേട്ടപ്പോൾ അഭി പറഞ്ഞു, അതൊന്നും ഓർത്ത് മുത്തശ്ശി വിഷമിക്കണ്ട. ജാനകി അവിടെ ഇല്ലാത്തതുകൊണ്ടാണ് മുത്തശ്ശി അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകാതിരുന്നേ. ജാനകി ആ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മുത്തശ്ശിക്ക് അവിടെ വന്ന് കഴിയാം. ഒരു കുഴപ്പമില്ല, ഒരു തടസ്സങ്ങളും ഇല്ല. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടേക്ക് വരണമെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ പ്രഭാവതി പറഞ്ഞു, അല്ല അഭി, അത് പിന്നെ അമ്മ തടസ്സമൊന്നും പറയരുത്. അമ്മയ്ക്ക് ഞങ്ങളുടെ അവസ്ഥകളൊക്കെ അറിയാലോ. അമ്മ അങ്ങോട്ട് വരാതിരിക്കരുത്, വരണം എന്നൊക്കെ പറഞ്ഞങ്ങനെ കയ്യെ കാലെ വീഴാണ്. അവസാനം സുമംഗല പറഞ്ഞു, പ്രഭാവതി ഞാൻ വന്നേയും കുഴപ്പമില്ല, പക്ഷെ നീ അങ്ങോട്ടേക്ക് പോകണം. നീ അളകാപുരം സൂര്യനാരായണന്റെ ഭാര്യ, ഇവിടെ കഴിയേണ്ടവളല്ല. അതുകൊണ്ട് നീ അങ്ങോട്ടേക്ക് പോകണമെന്ന് പറയണം. പിന്നെ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇവിടെ നിന്നോളാം. എനിക്കിവിടെ ഒരു കുഴപ്പങ്ങളും ഇല്ല, സുഖസൗകര്യങ്ങളെല്ലാം ഉണ്ടെന്ന് പറയണം. എനിക്ക് വേണ്ടിയിട്ട് നീയാണല്ലോ അഭി കുറേ പൈസ ഇവിടെ നിക്ഷേപിച്ചെന്ന് ചോദിക്കണം. ഇത് കേട്ടതിന് അഭിക്ക് ഒരു കാര്യം മനസ്സിലായി. താൻ പറഞ്ഞത് പ്രകാരം തമ്പി കുറച്ച് പൈസ ഇവിടെ നിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് കാര്യം. അതുകൊണ്ടാണ് മുത്തശ്ശിക്ക് ഒരു കുഴപ്പമില്ലാത്ത. പിന്നീട് മുത്തശ്ശി പറഞ്ഞ്, ഏറ്റവും കൂടുതൽ നിന്നെ ഞാൻ ദ്രോഹിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം എനിക്കത് മനസ്സിലാവുന്നുണ്ട്, അതിൻ്റെ വിഷമവും വേദനകളൊക്കെ എന്താണെന്ന്. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ മുത്തശ്ശി പറയണം. ഈ സമയം അഭി പറഞ്ഞു, മുത്തശ്ശി ഇങ്ങനെയൊന്നും പറയരുത്, മുത്തശ്ശി അങ്ങോട്ടേക്ക് വരണം, ആ പഴയ പ്രൗഢിയോട് കൂടി അവിടെ ഇരിക്കണമെന്നൊക്കെ പറയണം. അവസാനം പ്രഭാവതി ഒരു അരമനസ്സ് സമ്മതിക്കുകയാണ്, പോകാമെന്നൊക്കെയുള്ള മനസ്സ് സമ്മതിക്കുകയാണ്. ഈ സമയം അപർണ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അപർണ നേരെ തമ്പിയെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ്. തമ്പി പറഞ്ഞു, എൻ്റെ മോളെ ഇനി നമ്മൾ എന്ത് ചെയ്യും? കേസ് ഏറ്റെടുക്കാനായിട്ട് ഏതൊരു വക്കീൽ വേണ്ടേ? ആ ഉണ്ണിത്താൻ നമ്മളെ ചതിച്ചെന്നൊക്കെ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം അപർണ പറഞ്ഞു, അച്ഛൻ ഒന്നുകൊണ്ട് പേടിക്കണ്ടെന്ന് പറയാം. അതെന്താ, നമ്മുടെ കേസ് ഒരു വക്കീൽ ഏറ്റെടുത്ത് കഴിഞ്ഞെന്ന് പറയണം. ഏറ്റെടുത്തോ? അതേത് വക്കീലാന്ന് ചോദിക്കുക. അജയ് സൂര്യനാരായണനാന്ന് പറയണേ. അജയ് സൂര്യനാരായണ? ആരജയോ? നിരഞ്ജനയുടെ ഭർത്താവോ? പിന്നല്ലാതെ, അവനെ കൊണ്ട് ഞാൻ അങ്ങോട്ട് കേസ് ഏറ്റെടുപ്പിച്ചു. ഇനിയിപ്പം ഭാര്യയും ഭർത്താവും തമ്മിൽ വാദിക്കട്ടെ, ആരാ ജയിക്കണം നമുക്ക് കാണാമെന്ന് പറയണം. ഇപ്പം അമ്മായിപ്പൻ ഇപ്പം മരുമോനെ നോക്കുവോ അതോ സ്വന്തം മോളെ നോക്കുവോ? നമുക്ക് നോക്കാം. ഇത് കേട്ടിരുന്ന് തമ്പി പറഞ്ഞു, ആഹ കൊള്ളാലോ, ഇതൊക്കെ എങ്ങനെ സാധിച്ചെന്ന് നോക്കുക. അച്ഛാ,
ഇതൊക്കെ ഈ അപർണയ്ക്ക് വെറും പുല്ലാണ്. പുഷ്പം പോലെ അപർണ കണ്ടോ ഈ കേസിൽ നിന്ന് അച്ഛനെ ഊരിയെടുക്കും. അധികം വൈകാതെ തന്നെ സംഭവിക്കും എന്ന് പറയണ. ഈ സമയത്ത് അജയാണ് വക്കീൽ എന്നുള്ള കാര്യം നിരഞ്ജനയും ഉണ്ണിത്താനും പറഞ്ഞു. നിരഞ്ജനയും ഉണ്ണിത്താനും വിളിക്കുകയാണ്. ഉണ്ണിത്താൻ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയണം. നിനക്കെതിരെ നീങ്ങാനാണ് അവൻ്റെ തീരുമാനം എന്ന് പറയാം. നിരഞ്ജന പറഞ്ഞു, ആര് വേണമെങ്കിലും വന്നോട്ടെ, എന്ത് വേണമെങ്കിലും ബാധിച്ചോട്ടെ, എനിക്ക് കുഴപ്പമില്ല അച്ഛാ. എപ്പോഴും ഞാൻ സത്യത്തിൻ്റെ നീതിയുടെ ഒപ്പം നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്ക് യാതൊരു പേടിയില്ല. പോരാത്തൻ്റെ അച്ഛൻ്റെ അനുഗ്രഹം ഉണ്ടല്ലോ, അച്ഛൻ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് എനിക്കൊരു ഭയമില്ല. അല്ല മോളെ, അത് നിന്റെ ഭർത്താവല്ലേ അജയ്? ഭർത്താവും ഭാര്യ, അത് കേസിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഇല്ലയെന്ന് പറയണം. ഭാര്യയും ഭർത്താവൊക്കെ വീട്ടിൽ, പക്ഷേ ഇത് കേസാണ്. ഇവിടെ ജയവും തോൽവിയാണ്. കോടതിയിൽ സത്യം തെളിയണം. അത് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പറഞ്ഞിട്ട് നിരഞ്ജന കോള് കട്ട് ചെയ്യുകയാണ്. അങ്ങനെ നിരഞ്ജന വാദിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. ജാനകിക്കും രാധാമണിക്കും നീതി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.